11ാമത്തെ എപ്പിസോഡിൻ്റെ തുടക്കത്തിൽ കാണിക്കുന്നത് കെന്നിനെയും ചരണിനെയാണ്. അവരവിടെ കിടന്ന് പറയുന്നുണ്ട്, എനിക്ക് റോയൽ ഫാമിലി ജനിച്ചത് ഒട്ടും ഇഷ്ടമല്ല, എനിക്കൊരു ഓർഡിനറി ലൈഫാണ് ഇഷ്ടം. നമ്മുടെ ചരൺ ഒരു പ്രൊഫസറാണല്ലോ, അതുപോലെ തന്നെ എനിക്കങ്ങനെ എന്തെങ്കിലും ജോലി അങ്ങനെ ജീവിക്കാനാണ് ഇഷ്ടമെന്ന് പറയുമ്പോൾ ചരൺ പറയും, ഞാനാണെങ്കിൽ പവർ യൂസ് ചെയ്തിട്ട് പാവങ്ങളെയൊക്കെ സഹായിക്കുമെന്ന് പറയും. അപ്പോൾ നമ്മുടെ കെനിൻ പറയും, ഞാൻ എന്തായാലും വിൻ ചെയ്തിട്ട് പാവങ്ങളെയൊക്കെ സഹായിച്ച് നല്ല രീതിക്ക് തന്നെ മുമ്പോട്ട് പോകുമെന്ന്. അങ്ങനെ അവരുടെ ടൈം അവിടെ സ്പെൻഡ് ചെയ്യാണ്. നെക്സ്റ്റ് സീനിൽ നമ്മളെ കാണിക്കുന്നത് ചാഗ്രീനെയാണ്. ചാഗ്രി നമ്മുടെ കെനിന് വന്ന് ടീ കൊടുക്കുന്നുണ്ട്. നമ്മുടെ ചരൺ പറയുന്നുണ്ട്, കോമ്പറ്റീഷൻ ആരംഭിക്കാൻ പോവുകയാണ്, ഫസ്റ്റ് കോമ്പറ്റീഷൻ ക്വസ്റ്റ്യൻ ആണെന്ന്. പിന്നെ നമ്മളെ കിങ്ങിനെയാണ് കാണിക്കുന്നത്. കിങ്ങിൻ്റെ അടുത്ത് കിങ്ങിൻ്റെ സെക്രട്ടറി വന്നിട്ട് പറയും, എന്തിനാണ് ഏവേനെയും കൂടി ഇതിൽ ഉൾപ്പെടുത്തിയതെന്ന് ചോദിക്കുമ്പോൾ പറയും, ഏവക്ക് ചാൻസ് കൊടുത്ത വേറൊന്നുമല്ല, ഏവക്ക് അമ്പ് ചെയ്യാൻ മാത്രമാണ് കഴിവുള്ളൂ, മറ്റേ ഫൈറ്റിങ്ങിൽ അവൾ എന്തായാലും തോക്കും. അത് മാത്രമല്ല, നമ്മൾ അവൾക്കൊരു അവസരം കൊടുക്കുമ്പോഴേക്കും ബാക്കിയുള്ളവർ നമ്മൾ സപ്പോർട്ട് ചെയ്യില്ല, അവൾക്കൊരു അവസരം കൊടുത്തു എന്നുള്ളതിൽ. അപ്പോൾ കെനിന് ഇതിൽ ബാഡാവില്ല എന്ന് ചോദിക്കുമ്പോൾ ഇല്ല, കെനിന് ബാഡാവില്ല, കാരണം കെനിനും രാമയിലും നല്ല രീതിക്ക് ബീറ്റ് ചെയ്ത് നിൽക്കുന്ന ആൾക്കാരാണ് എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, നീ എന്താണ് എന്നെ പറ്റി വിചാരിച്ചേക്കുന്നത്, ഞാനിതെല്ലാം കണ്ടുകൊണ്ടാണ് ഇതെല്ലാം തീരുമാനിച്ചതെന്ന് പറയാണ്. അങ്ങനെ അവർ കോമ്പറ്റീഷൻ തുടങ്ങാനായിട്ട് പോവുകയാണ്. അപ്പോൾ നമ്മുടെ കെനിൻ ഭയങ്കര നെർവസ് ആയിട്ടിരിക്കുന്നിടത്തേക്ക് നമ്മുടെ ചാഗ്രി വരുന്നുണ്ട്. ഞാൻ അങ്ങേ റെഡിയാക്കട്ടെ, കുറച്ച് എലഗൻ്റായിട്ട് ഭംഗിയായിട്ട് റെഡിയാക്കാം, അല്ലെങ്കിൽ ഞാനൊരു കാര്യം ചെയ്യാം, ഒരു കപ്പ് കോഫി തരാമെന്ന് പറയുന്നുണ്ട്. അങ്ങോട്ട് നമ്മുടെ ചരൺ വന്നിട്ട് കെന്നെ സമാധാനിപ്പിക്കുകയാണ്, കോൺസെൻട്രേഷനായിട്ടിരിക്കണം, നല്ല രീതിക്ക് പെർഫോം ചെയ്യണം, എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ എന്നെ ഓർത്താൽ മതി എന്നൊക്കെ പറയുന്നുണ്ട്. അവരങ്ങനെ ഇരിക്കുന്ന സമയത്താണ് നമ്മുടെ ചാഗ്രി വന്നിട്ട് ചായ തരാമെന്ന് പറഞ്ഞ് അങ്ങോട്ട് വിറച്ചാണ് വരുന്നത്. ചായക്കപ്പിൻ്റെ പുറത്തു കൂടിയൊക്കെ ചായ നന്നായിട്ട് ഒഴുകുന്നുണ്ട്. ചാഗ്രി അത് വിറച്ച് അത് അവിടെ കൊണ്ടുപോയി വെക്കാണ്. എന്നിട്ട് നമ്മുടെ കെനിൻ പറയുന്നുണ്ട്, ഇതിപ്പോൾ ഫുള്ളും ഒലിച്ചിറങ്ങിയില്ലോ എന്ന് പറയുമ്പോൾ ഞാൻ വേറെ ചായ കൊണ്ടുവരാമെന്ന് പറഞ്ഞ് അതേപോലെ തന്നെ പിന്നെയും കൊണ്ടുവരുന്നുണ്ട്. നമ്മുടെ കെനിൻ്റെ ഫാദർ അങ്ങോട്ട് വരുന്നുണ്ട്. ഫാദർ പറയുന്നുണ്ട്, 22 വർഷമായിട്ട് ഞാൻ നിന്നെ നല്ല രീതിക്കാണ് സ്നേഹിച്ചിരിക്കുന്നത്, ഇതിപ്പോൾ നിനക്ക് വിൻ ചെയ്യാനുള്ള ടൈമാണ്, നീ ഫോക്കസ് ചെയ്തിരിക്കണം, നീ മത്സരത്തിൽ വിൻ ചെയ്യണമെന്നാണ് എൻ്റെ ആഗ്രഹം, തോറ്റാലും കുഴപ്പമൊന്നുമില്ല, കാരണം അത് മത്സരത്തിന് ഡിപ്പെൻഡ് ചെയ്തിരിക്കും, നിന്നൊപ്പം എന്ത് സപ്പോർട്ടിനും ഞാനുണ്ടാവും, എനിക്ക് നിന്നെ അത്രയ്ക്ക് ഇഷ്ടമാണെന്ന് പറഞ്ഞ് ഹഗ് ചെയ്യുന്നുണ്ട്. ഫോക്കസ് ആയിരിക്കാൻ പറഞ്ഞിട്ടാണ് രാജാവ് അവിടെ നിന്ന് പോകുന്നത്. നമ്മുടെ ചരനും അവനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെ കോമ്പറ്റീഷൻ തുടങ്ങാറായി. ന്യൂസിലൊക്കെ ലൈവ് ടെലികാസ്റ്റ് പോകുന്നുണ്ട്. അപ്പോൾ ഹോസ്റ്റ് വന്നിട്ട് പറയാണ്, ഫസ്റ്റ് കോമ്പറ്റീഷൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 3 പേരോടും ചോദ്യം ചോദിക്കും, റെലവൻ്റ് ആയിട്ടുള്ള ചോദ്യങ്ങളായിരിക്കും ചോദിക്കുന്നത്. ആ ചോദ്യത്തിന് ആൻസർ ചെയ്യണം, ആൻസർ ചെയ്ത ശേഷം വോട്ടിംഗ് ആണെന്ന് നമ്മുടെ കെൽവിൻ ജയ്ക്ക് ഒരു മെസ്സേജ് അയക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ജയും കൂട്ടുകാരും എല്ലാവരും ടിവിയുടെ മുമ്പിൽ ഈ കോമ്പറ്റീഷൻ കാണാനായിട്ട് ഇരിക്കുന്നുണ്ട്. ജയിൻ്റെ ചേച്ചി പറയുന്നുണ്ട്, എന്താ നിങ്ങളെല്ലാവരും കൂടി ചെയ്യുന്നതെന്ന് നോക്കുമ്പോഴേക്കും ആർക്കാണ് വോട്ട് ചെയ്യേണ്ടതെന്ന് ആലോചിച്ചിരിക്കാമെന്ന് പറയുന്നുണ്ട്. അപ്പോഴാണ് നമ്മുടെ കെൽവിനെ ടി വിയിൽ കാണിക്കുന്നത്. ഇത് കണ്ട് ജയ് നല്ല രീതിക്ക് ഷോക്കാവുന്നുണ്ട്, കാരണം അവനൊരു പ്രിൻസാണ് നമ്മുടെ ജയ് ഒരിക്കലും എക്സ്പെക്റ്റ് ചെയ്തിട്ടുണ്ടാവില്ല. അവനെങ്ങനെ ബ്ലാങ്കൗട്ടായിട്ട് അവിടെ തന്നെ ഇരിക്കുകയാണ്. കൂട്ടുകാർ പറയുന്നുണ്ട്, ഓ അപ്പോൾ ഇവൻ ഒരു പ്രിൻസായിട്ടാണ് നമ്മുടെ ഒപ്പം ഇത്ര കമ്പനി ആയതെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ചേച്ചിയും അതിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കെൽവിന് അയച്ച മെസ്സേജ് അവൻ കാണുന്നുണ്ടെങ്കിൽ റിപ്ലൈ ഒന്നും കൊടുക്കുന്നില്ല. അങ്ങനെ കോമ്പറ്റീഷൻ്റെ സ്ഥലമാണ് നമ്മളെ കാണിക്കുന്നത്. നാട്ടുകാരെല്ലാവരും തന്നെ ഇത് ടി വി കൂടി കാണിക്കുന്നുണ്ട്. എല്ലാവരും ഭയങ്കര ആകാംക്ഷയിലാണ് ഇരിക്കുന്നത്. അങ്ങനെ എല്ലാവരും അവിടെ അറ്റൻഡ് ആവുന്നുണ്ട്. അപ്പോൾ പറയുന്നുണ്ട്, ആദ്യമായിട്ട് നമ്മുടെ പ്രിൻസുകളെ ഇങ്ങോട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യാമെന്ന് പറഞ്ഞ് നമ്മുടെ രമീനെയും കിനനെയും ഏവേനെയും കൂടി അങ്ങോട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഓരോരുത്തരോടായിട്ടാണ് ചോദ്യം ചോദിക്കാൻ പോകുന്നത്. ഇവരെ സപ്പോർട്ട് ചെയ്യാനായിട്ട് എല്ലാവരും നിൽക്കുന്നുണ്ട്. രാമേൻ്റെ അടുത്താണ് ആദ്യമായിട്ട് ചോദ്യം ചോദിക്കുന്നത്. രാമേനോട് ചോദിക്കുന്നത്, എമിലിയിൽ അഡ്രസ്സ് ചെയ്യപ്പെടാത്ത, അതായത് ഇതുവരെ നിലവിൽ വരാത്ത ഒരു പരാതി എന്തായിരിക്കും എന്നാണ് ചോദിക്കുന്നത്. നമ്മുടെ രമീൽ പറഞ്ഞു കൊടുക്കുന്നുണ്ട്, അത് ഫാമിലി ഇഷ്യൂ ആണ്, ഒരു അമ്മയും കുഞ്ഞും എന്തോരം സഫർ ചെയ്യുന്നുണ്ടെന്നറിയോ, അവരെ എത്രത്തോരം അവരെ അച്ഛൻ പീഡിപ്പിച്ചാലും അത് നമുക്ക് മനസ്സിലാവത്തില്ല, അവർ അതിൻ്റെ സെൽസിനും തൊട്ട് പുറത്ത് വരത്തില്ല, നമ്മളത് അഡ്രസ്സ് ചെയ്യാതെയും പോകുന്നു, പക്ഷെ അവരുടെ മെൻ്റൽ ഹെൽത്ത് അത്ര വീക്കായിരിക്കും. അവൻ ഇൻഡയറക്റ്റായിട്ട് പറയുന്നത് നമ്മുടെ രാമേനെ തന്നെ അവൻ്റെ അച്ഛൻ അത്ര ഇതായിട്ട് അബ്യൂസ് ചെയ്യുന്നതും അവൻ്റെ അച്ഛൻ ഇവനെ പ്രതി നമ്മുടെ സെക്രട്ടറിനെ നല്ല രീതിക്ക് ഉപദ്രവിക്കുന്നതൊക്കെയാണ്
അവൻ്റെ മനസ്സിൽ വരുന്നത്. ഇത് എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ട്. അങ്ങനെ രാമേൻ്റെ സ്പീച്ച് നല്ല രീതിക്ക് പറഞ്ഞ് അവസാനിക്കുന്നുണ്ട്. രാമേൻ്റെ അച്ഛൻ അവിടെ ഇരുന്ന് ഇത് കേൾക്കുന്നുണ്ട്. സെക്രട്ടറിക്ക് സന്തോഷമാവുന്നുണ്ട്. അങ്ങനെ അവൻ്റെ ചോയ്സ് കഴിഞ്ഞിട്ട് അവൻ അവിടെ നിന്ന് പോയിരിക്കുകയാണ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ ഏവേനോടാണ്. ഏവേനോട് ചോദിക്കുകയാണ്, എന്താണ് നമ്മുടെ നാട്ടിൽ ഒരു റെലവൻ്റ് ആയിട്ടുള്ള ആരെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ പറയുന്നുണ്ട്, ഇക്വാലിറ്റി ആണ്. ഇവിടെ ഒട്ടും ഇക്വാലിറ്റി ഇല്ല. ഒരു പെണ്ണായതുകൊണ്ട് തന്നെ എനിക്കും എൻ്റെ ഫാമിലിയിൽ നിന്ന് ഇക്വാലിറ്റി നല്ല രീതിക്ക് അനുഭവപ്പെട്ടിട്ടുണ്ട്. അതായത് അവളുടെ ആ ട്രെയിനറായിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് അവൾ ബാക്ക്ഗ്രൗണ്ടിൽ ആലോചിക്കുന്നത്. എന്നിട്ട് പറയുന്നുണ്ട്, ഇവിടെ കോമ്പറ്റീഷൻ നടക്കാറായപ്പോൾ പറഞ്ഞല്ലോ എന്താണ് ഇതിൽ പങ്കെടുക്കാൻ പറ്റത്തില്ല, ഇവളൊരു പെണ്ണായിട്ടുള്ള കാര്യം. അതും ഓരോരുത്തർ ആലോചിക്കുന്നുണ്ട്. പിന്നീടാണെങ്കിൽ മീനാനഗറിൽ പോയപ്പോൾ അവിടെ ആണുങ്ങൾ മാത്രമാണ് ജോലി എടുക്കുള്ളൂ, പെണ്ണുങ്ങൾ വീട്ടിൻ്റെ ഉള്ളിൽ ഇരിക്കും എന്നൊക്കെയുള്ള കാര്യങ്ങൾ ആലോചിക്കുകയാണ്. അവളുടെ സ്പീച്ച് നല്ല രീതിക്ക് പറഞ്ഞ് അവസാനിപ്പിക്കുന്നുണ്ട്. എല്ലാവരും നല്ല രീതിക്ക് കൈയടിക്കുന്നുണ്ട്. കാരണം പെണ്ണുങ്ങൾ അതൊത്തിരി സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അടുത്ത ഓപ്ഷൻ കെനിനിൻ്റെയാണ്. കെനിനോട് പറയുന്നുണ്ട്, നമ്മുടെ ഈ എമിലിയിലെ എക്കണോമി മുമ്പോട്ട് കൊണ്ടുവരാനായിട്ട് ഉയർത്താൻ വേണ്ടിയിട്ട് എന്താണ് ചെയ്യേണ്ടതെന്ന് അവൻ കുറച്ചു നേരം ആലോചിച്ച് നിൽക്കുന്നുണ്ട്. അപ്പോഴേക്കും നമ്മുടെ ക്വസ്റ്റ്യനും ഓൾറെഡി അറിയാവുന്നുണ്ട്. അവൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട്, എമിലിയുടെ എക്കണോമി കൂട്ടാൻ വേണ്ടി ടൂറിസ്റ്റ് മേഖലയാണ് സജസ്റ്റ് ചെയ്യുന്നത്. കാരണം എമിലിയിലെ ഫുഡ് തന്നെ എന്തൊരു രസമാണ്, അതുമാത്രമല്ല അതിന് നല്ല ടേസ്റ്റാണ്. ഇത് കാണുന്ന നമ്മുടെ കെനിൻ്റെ വളർത്തച്ഛന് നല്ല രീതിക്ക് സന്തോഷമാവുന്നുണ്ട്. അവൻ പ്രൗഡാവുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, അതുമാത്രമല്ല ഇവിടെ എന്തോരം ഹിൽ സ്റ്റേഷനുകളാണുള്ളത്. നമ്മുടെ രാമേൽ അവനെ കൊണ്ടുപോയി ഹിൽ സ്റ്റേഷനാണ് ഓർക്കുന്നത്. ഇവിടെ നൈറ്റ് പാർട്ടികളും പബ്ബുകളും ഉണ്ട്. അത് ഒരു നല്ല രസമായിട്ടുള്ള കാര്യമാണ്. കാരണം ഏവയുടെ അവിടെ പോയപ്പോഴാണ് അവനത് അറ്റൻഡ് ചെയ്തത്. അതുമാത്രമല്ല ഇവിടെ ഒത്തിരി പേൾസിൻ്റെ ഷോപ്പുകളുണ്ട്. അതും ലൈറ്റനിങ് ഒക്കെ ഉണ്ട്. മൈൻഡ് ചെയ്യുന്ന ആൾക്കാർ ട്രഡീഷണൽ ഫെസ്റ്റിവലാണിത്. ഇതെല്ലാം കാരണം തന്നെ നമ്മുടെ എമിലിനെ ഒരു നല്ല ടൂറിസ്റ്റ് മേഖലയാക്കാനായിട്ട് ഓപ്ഷൻ ഉണ്ട്. അതാണ് ഞാൻ മുമ്പോട്ട് വെക്കുന്നത്. പക്ഷേ ഇതെല്ലാം മുമ്പോട്ട് വെക്കുന്നതിന് മുമ്പ് നമുക്കൊരു കൺസേൺ വാങ്ങാനുണ്ട് എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് പറയുന്നതാണ്, നമ്മുടെ ഇവിടെ വാനനഗറിലെ നല്ല രീതിക്ക് ഡസ്റ്റിൻ്റെ പ്രോബ്ലം ഉണ്ട്. ആ ഡസ്റ്റ് കാരണം എല്ലാവർക്കും ലങ് ക്യാൻസർ വരെയും വരാറുണ്ട്. അത് നമുക്ക് ആദ്യം ക്യൂർ ചെയ്താൽ മാത്രമാണ് ഇത് മുമ്പോട്ട് പോകാൻ പറ്റുള്ളൂ എന്ന് അവൻ പറയുന്നുണ്ട്. ഇത് കേൾക്കുന്ന എല്ലാവർക്കും ഒത്തിരി സന്തോഷമാവുന്നുണ്ട്. നമ്മുടെ രാജാവിൻ്റെ മുഖം നല്ല രീതിക്ക് മാറുന്നുണ്ട്. അവൻ പറഞ്ഞു തുടങ്ങാണ് അതിനെപ്പറ്റി. അവൻ പറയുന്നുണ്ട്, നമ്മൾ എന്ത് ചെയ്തിട്ടും ഒരു കാര്യമില്ല, ആദ്യം നമ്മുടെ നാഷൻ നന്നാവണം, എന്നാൽ മാത്രമാണ് ക്വാളിറ്റിയുള്ള ജനങ്ങളെ നമുക്ക് സൃഷ്ടിക്കാൻ പറ്റത്തുള്ളൂ എന്നൊക്കെ പറയുകയാണ്. ഇത് കേൾക്കുന്ന എല്ലാവർക്കും ഭയങ്കര പ്രൗഡും സന്തോഷമാവുന്നു. അവൻ്റെ സ്പീച്ച് പറഞ്ഞ് അവസാനിപ്പിക്കുന്നുണ്ട്. എല്ലാവരും അതിൽ സന്തോഷവാനാവുന്നുണ്ട്. നമ്മുടെ ചാഗ്രിക്കാണെങ്കിൽ സന്തോഷം വന്നിട്ട് അവിടെ നിന്ന് കരയാണ്. കാരണം നമ്മുടെ കെനിൻ അത്രമാത്രം ഒബ്സർവ് ചെയ്തിട്ടുണ്ട് ഓരോ കാര്യങ്ങളും. അങ്ങനെ മത്സരം എല്ലാം കഴിഞ്ഞു. ഹോസ്റ്റ് പറയാണ്, ഇനി വോട്ടിങ്ങിൻ്റെ ടൈമാണ്, നിങ്ങൾക്ക് ഇത്ര ടൈം വരെ വോട്ട് ചെയ്യാമെന്ന്. എല്ലാവരും ആലോചിക്കുന്നുണ്ട്, നമ്മളെ ഇത്രത്തോളം നമ്മുടെ ഈ രാജാവ് സപ്പോർട്ട് ചെയ്തു, അതുകൊണ്ട് കെനിനെ തന്നെ നമുക്ക് വോട്ട് ചെയ്താൽ മതി, നമ്മുടെ കാര്യവും അവിടെ അഡ്രസ്സ് ചെയ്തിട്ടുണ്ടല്ലോ എന്ന് പറയുന്നുണ്ട്. ഓരോരുത്തർ അവരോരോ ഓപ്ഷൻ പറയാണ്. നമ്മൾ പെൺപിള്ളേർക്ക് ഇക്വാലിറ്റി എന്നത് ഏവയാണ്, അപ്പോൾ ഏവയ്ക്ക് സപ്പോർട്ട് ചെയ്യണം. അങ്ങനെ ഓരോരുത്തരും അവരുടെ കാര്യം പറയുന്നുണ്ട്. എന്താണ്, നമ്മുടെ രാമേരാണ് ഫാമിലി ഇഷ്യൂസിനെ പറ്റി പറഞ്ഞത്, അതുകൊണ്ട് അവനെ സപ്പോർട്ട് ചെയ്യണം. കെനിനാണെങ്കിൽ അവരുടെ ടൂറിസ്റ്റ് മേഖലയിലും അവിടെ പ്രസൻറ്റ് ചെയ്ത് നടക്കുന്ന പ്രശ്നങ്ങളെ കുറിച്ച് പറഞ്ഞുകൊണ്ട് അവനെ സപ്പോർട്ട് ചെയ്യണമെന്ന് പറയുന്നുണ്ട്. ഓരോരുത്തരും വോട്ട് ചെയ്യുന്നുണ്ട്. ചില ന്യൂസ് പേപ്പർ ഓണാക്കി നോക്കുമ്പോഴേക്കും അതിൽ നമ്മുടെ കെനിനെ സപ്പോർട്ട് ചെയ്തിട്ടാണ് ഓരോരോ ആർട്ടിക്കിൾ വന്നത്. അങ്ങനെ നമ്മുടെ ഹോസ്റ്റ് പറയാണ്, നമ്മുടെ വോട്ടിങ്ങിൻ്റെ ടൈം കഴിഞ്ഞു, ഇനി നമുക്ക് വോട്ട് ചെയ്യുന്നതിൻ്റെ റിസൾട്ട് അറിയാമെന്ന് പറഞ്ഞിട്ട് അവിടെ പ്രൊജക്റ്റിൽ അത് കാണിക്കുകയാണ്. എല്ലാവരും ഭയങ്കര പ്രതീക്ഷയോടെയാണ് നിൽക്കുന്നത്. എല്ലാവർക്കും ആരാണ് ഫസ്റ്റ് വന്നതെന്നുള്ള ആകാംക്ഷയും ഉണ്ട്. നമ്മുടെ രാമേലാണ് ഈ കോമ്പറ്റീഷനിൽ ജയിക്കുന്നത്. ഇത് കാണുന്ന കിങ്ങിന് നല്ല രീതിക്ക് സങ്കടമൊന്നുണ്ട്. രാമേൽ അവിടെ ഇരുന്ന് സന്തോഷിച്ച് ചിരിക്കുകയാണ്. കിങ്ങിന് മാത്രമല്ല അവിടെയുള്ള ഒട്ടുമിക്ക പേർക്കും സങ്കടമാവുന്നുണ്ട്. നമ്മുടെ രാമേലിൻ്റെ അച്ഛനാണെങ്കിൽ ഒരു പുച്ഛച്ചിരിയോടെയാണ് അവിടെ ഇരിക്കുന്നത്. കെനിൻ്റെ മുഖമൊക്കെ ആകെ നല്ല രീതിക്ക് മാറി നന്നായിട്ട് വാടിയാണ് ഇരിക്കുന്നത്. ശരണാണെങ്കിൽ ഇവൻ്റെ ഇത്ര സപ്പോർട്ട് കിട്ടിയിട്ടും എന്താണ് പെട്ടെന്ന് പറ്റിയെന്ന് അറിയാതെ നിൽക്കുകയാണ്. അങ്ങനെ നമ്മുടെ കോമ്പറ്റീഷൻ കഴിഞ്ഞു. രാമേൽ അവിടെ നിന്ന് ആൾക്കാർക്ക് ഫോട്ടോ എടുക്കാൻ വേണ്ടി പോസ് ചെയ്ത് കൊടുക്കുകയാണ്. രാമേലിൻ്റെ അച്ഛൻ പുച്ഛിച്ച് തന്നെ അവിടെ ഇരിക്കുകയാണ്. എന്നിട്ട് ഏവയുടെ അച്ഛൻ കൺഗ്രാജുലേഷൻ പറയുന്നുണ്ട്. അവൻ ഓക്കെ എന്നുള്ള രീതിയിലാണ് അവിടെ ഇരിക്കുന്നത്. മീറ്റിംഗ് എല്ലാം കഴിഞ്ഞു. ഇനി അടുത്ത കോമ്പറ്റീഷൻ
മീന നഗറി വെച്ചിട്ടാണെന്നാണ് പറയുന്നത്. ഇവരെല്ലാം തിരിച്ചു പോകുന്ന സമയത്ത് നമ്മുടെ റാമേൽ അങ്ങോട്ട് വന്നിട്ട് ഇവരെ കളിയാക്കി ചിരിക്കുകയാണ്. നിങ്ങൾ പറഞ്ഞ രണ്ട് ആൻസറും റെലവൻ്റ് ഇല്ല എന്നൊക്കെ ഉള്ള കാര്യമാണ് അവൻ പറയുന്നത്. അപ്പോൾ നമ്മുടെ ഏവയും കെനിനും കൂടി പറയുന്നുണ്ട്, ആകെ ഒരു കോമ്പറ്റീഷനിലേ കഴിഞ്ഞിട്ടുള്ളൂ, ഇനിയും മത്സരങ്ങളുണ്ടല്ലോ, അതിലാരാണ് ജയിക്കുന്നതെന്ന് നോക്കാം, ഇത് ജയിച്ചെന്ന് വെച്ച് വലിയ കാര്യമൊന്നുമില്ല എന്ന് പറയുന്നുണ്ട്. അതിന് നമ്മുടെ കെനിനും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നമ്മൾ ബ്രദേഴ്സ് ആയതുകൊണ്ട് നമ്മുടെ ഇടയിൽ ഇങ്ങനെ ആർഗ്യുമെൻ്റ് ആവശ്യമില്ല, അടുത്ത മത്സരത്തിന് തന്നെ പ്രിപ്പയർ ചെയ്യാനാണ് കെനിൻ പറയുന്നത്. രാമയിൽ അവിടെ നിന്ന് പോകുന്നുണ്ട്. നമ്മുടെ കെനിൻ പറയുന്നുണ്ട്, നിൻ്റെ സ്പീച്ച് നന്നായിട്ടുണ്ടായിരുന്നു, പെൺപിള്ളേർക്കെതിരെ സപ്പോർട്ട് ചെയ്തത് എനിക്കിഷ്ടപ്പെട്ടു എന്ന് പറയുമ്പോൾ ഏവയും പറയാണ്, നിൻ്റെയും നന്നായിട്ടുണ്ടായിരുന്നു, നമ്മുടെ ടൂറിസം മേഖലയിനെയൊക്കെ പറ്റി നീ ഇത്ര ഒബ്സർവ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്ന് എനിക്ക് അറിയില്ലായിരുന്നു, എന്തായാലും അടുത്ത മത്സരത്തിന് നന്നായിട്ട് പ്രിപ്പയർ ചെയ്യണമെന്ന് പറഞ്ഞ് രണ്ടുപേരെ തന്നെ ചിയർ ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞ് അവൻ ചരണിനെ ഒന്ന് നോക്കുന്നുണ്ട്. നമ്മുടെ രാമേലിൻ്റെ അടുത്ത് അവൻ്റെ സെക്രട്ടറി കോഫി കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അവർ ആ കോഫി കുടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ അവൻ്റെ അച്ഛൻ അങ്ങോട്ട് കയറി വരാണ്. അച്ഛൻ അവനെ പുച്ഛിച്ചിരിക്കുമ്പോഴേക്കും അവൻ ചോദിക്കുന്നുണ്ട്, ഞാനിത്ര ജയിച്ചു നിന്നിട്ടും അച്ഛൻ എന്താണ് എന്നെ കളിയാക്കുന്നതെന്ന്. അപ്പോൾ അച്ഛൻ പറയാണ്, നിനക്ക് തോന്നുന്നുണ്ടോ നീ ആ സ്പീച്ച് പറഞ്ഞുകൊണ്ട് മാത്രമാണ് ജയിച്ചതെന്ന്, ഞങ്ങൾ നിനക്കെതിരെ വോട്ട് ചെയ്തിട്ടാണ് നീ ജയിച്ചത്, അത് മാത്രമല്ല നിങ്ങൾ അന്ന് സൈക്കിളിന് പോയപ്പോൾ നിങ്ങളെ കൊല്ലാൻ നോക്കിയതും ആ ഓൾഡ് മാനാണ്, അതായത് ആ കിങ്ങാണ്, അയാൾ ഇതിൽ തോപ്പിക്കാനാണ് നോക്കിയത്, അതുകൊണ്ട് തന്നെ ഞാൻ തീരുമാനിച്ചു നിനക്ക് വോട്ടിങ്ങിൽ നിന്നെ സഹായിക്കാൻ ഞങ്ങൾക്ക് പറ്റും, അതുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ ബാക്കി ആൾക്കാരെ കൂട്ടിയിട്ട് വോട്ട് ചെയ്തു, അതുകൊണ്ടാണ് നീ ജയിച്ചത്, അല്ലാതെ നിൻ്റെ കഴിവുകൊണ്ടല്ല, നീ പ്രാക്ടീസ് ചെയ്യണം, അതുമാത്രമല്ല നന്നായിട്ട് നോക്കണം, കാരണം ഇനി ഒരു തെറ്റ് പറ്റാനായിട്ട് അനുവദിക്കില്ല, അതിനൊരു സാഹചര്യവും ഉണ്ടാവില്ല എന്നാണ് ഫാദർ പറയുന്നത്. ജയാണെങ്കിൽ ചേച്ചീനെയും കൊണ്ട് ഒരു വാക്കിന് ഇറങ്ങിയേക്കാണ്. അപ്പോൾ ചേച്ചി നോക്കിയാൽ ഫ്രണ്ട്സിനെ എന്താ കൂട്ടാഞ്ഞെന്ന് വയ്ക്കുമ്പോഴേക്കും അവരെ കൂട്ടിയാൽ ചേച്ചിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും, ഒച്ചപ്പാടും ബഹളം ഇരിക്കും എന്നാണ് പറയുന്നത്. അപ്പോഴേക്കും നമ്മുടെ കെൽവിൻ ഒരു മെസ്സേജ് വയ്ക്കുന്നുണ്ട്, കാണാൻ പറ്റുമെന്ന്. അപ്പോൾ ചേച്ചി വയ്ക്കുന്നുണ്ട്, കെൽവിനാണോ എന്ന് നോക്കുമ്പോൾ അയ്യോ അല്ല പ്രിൻസ് കെൽവിനാണോ എന്ന് വയ്ക്കുന്നുണ്ട്. അതേന്ന് പറയുന്നുണ്ട്, നിങ്ങളുടെ ഇടയിൽ എന്ത് പ്രശ്നമായാലും അത് സംസാരിച്ച് പരിഹരിക്കണം, അവനൊരു പ്രിൻസ് ആണെന്ന് പറഞ്ഞ് നീ അവൻ്റെ അടുത്ത് നിന്ന് മാറി നിൽക്കേണ്ട ആവശ്യമില്ല എന്നാണ് ചേച്ചി പറയുന്നത്. ഈ കാര്യത്തിൽ എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല, എൻ്റെ മൈൻഡ് ഒട്ടും ഓക്കെ അല്ല എന്നാണ് നമ്മുടെ ജയ പറയുന്നത്. എന്ത് തീരുമാനിച്ചാലും നീ ആലോചിച്ച് തീരുമാനിച്ചാൽ മതി, പെട്ടെന്ന് തന്നെ അവനായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ് നിർത്തേണ്ട ആവശ്യമൊന്നുമില്ല എന്ന് ചേച്ചി അവനെ മര്യാദക്ക് പറഞ്ഞ് മനസ്സിലാക്കുന്നുണ്ട്. നമ്മുടെ ജയാണെങ്കിൽ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ കെൽവിൻ, അതായത് പ്രിൻസ് കെൽവിൻ ഈ സമരത്തിൽ പങ്കെടുത്തു എന്നൊക്കെയുള്ള വീഡിയോ ആണ് കാണുന്നത്. അവനിപ്പോഴാണ് ആ കാര്യങ്ങളൊക്കെ അറിയുന്നത്. അങ്ങോട്ട് നമ്മുടെ കെൽവിൻ വരുന്നുണ്ട്, ഞാൻ കയറിക്കോട്ടെ എന്ന് ചോദിക്കുമ്പോൾ അവനൊന്നും മിണ്ടുന്നില്ല. അങ്ങോട്ട് കയറി വന്നിട്ട് പറയാണ്, ഞാൻ പ്രിൻസാന്നുള്ള കാര്യം മനഃപൂർവ്വം മറച്ചു വെച്ചതല്ല, ഞാൻ ഒത്തിരി തവണ നിന്നോടത് പറയാൻ നോക്കി, പക്ഷെ നീ കേൾക്കാനായിട്ട് കൂട്ടാക്കിയില്ല, അതുകൊണ്ടാണെന്ന് പറയുന്നുണ്ട്. ജയ ആകെ തളർന്നിരിക്കുന്ന അവസ്ഥയിലാണ്, അവനൊന്നും മിണ്ടാൻ പറ്റുന്നില്ല. അവൻ പറയുന്നുണ്ട്, എന്തൊക്കെയായാലും ഞാൻ നിങ്ങളോട് ഇങ്ങനെ സംസാരിക്കുന്നത് അല്ലേന്നാണ്, റോയൽ ഹൈനസ് എന്ന കുട്ടിയാണ് അവനെ വിളിക്കുന്നത്. അവൻ പറയുന്നുണ്ട്, നീ പണ്ടെന്നോട് സംസാരിച്ച രീതിയിൽ സംസാരിച്ചാൽ മതിയെന്ന്. അപ്പോൾ നമ്മുടെ ജയ പറയാണ്, അങ്ങനെയൊന്നും സംസാരിക്കാൻ പാടില്ല റോയൽ ഹൈനസ്, നിങ്ങളൊരു പ്രിൻസ് ആണെന്നുള്ള കാര്യം അവനെ പിന്നെയും പറഞ്ഞ് മനസ്സിലാക്കിയാണ്. അപ്പോൾ പറയുന്നുണ്ട്, ഞാൻ നിൻ്റെ അടുത്ത് ഈ കാര്യം പറയാനായിട്ട് കുറേ പ്രാവശ്യം നോക്കിയതാണ്, പക്ഷെ നീ അത് കേൾക്കാനായിട്ട് നിന്നില്ലായിരുന്നു, കാരണം അങ്ങനെ തിരക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു ആ സമയത്ത് നടന്നുകൊണ്ടിരുന്നത്. നിനക്ക് ഓർമ്മയില്ല, നമ്മൾ ആ സമരം നടത്തിയ സമയത്ത് ഞാൻ നിന്നോട് നേരിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്കൊരു കാര്യം ഇത് കഴിഞ്ഞ് പറയാനുണ്ടെന്ന്. ആ കാര്യം നമ്മുടെ ജയ് ഇപ്പോൾ ഓർക്കുന്നുണ്ട്, പക്ഷെ ജയ് പറയുന്നുണ്ട് എനിക്കൊന്നും കേൾക്കണ്ടെന്ന്. അപ്പോൾ നമ്മുടെ കെമിൻ പറയാണ്, ഞാൻ പറയുന്നതൊന്നും മനസ്സിലാക്കാനെങ്കിലും ശ്രമിക്കാൻ പറയുന്നുണ്ട്. നമ്മുടെ ജയ് പറയാണ്, നിങ്ങളും ഞാനും തമ്മിൽ നല്ല അന്തരമുണ്ട്, നിങ്ങളൊരു റോയൽ ഹൈനസ് ആണ്, എനിക്ക് നീതി ഫ്രണ്ട്ഷിപ്പ് മുമ്പോട്ട് കൊണ്ടുപോകാൻ താല്പര്യമില്ല, ഇവിടുന്ന് ഇറങ്ങിപ്പോണം, എൻ്റെ സ്ഥലത്ത് ഇനി ഇരിക്കാൻ പറ്റത്തില്ല, അങ്ങ് എന്നോട് ക്ഷമിക്കണം, ഇവിടുന്ന് ഇറങ്ങിപ്പോണ റോയൽ ഹൈനസ് എന്ന് തന്നെയാണ് നമ്മുടെ ജയ് പറയുന്നത്. ജയെ നമ്മുടെ കെവിൻ നല്ല രീതിക്ക് സങ്കടത്തോടെ നോക്കുന്നുണ്ടെങ്കിലും അവനൊന്നും ചെയ്യാൻ പറ്റാതെ അവിടുന്ന് ഇറങ്ങിപ്പോവുകയാണ്. അത് ജയും കണ്ടു നിൽക്കുന്നുണ്ട്. അങ്ങനെ മീനനഗറാണ് നമ്മളെ കാണിക്കുന്നത്. അവിടെ നമ്മുടെ ഏവയുടെ അച്ഛൻ ഏവയോട് പറയാണ്, ഈ ഗെയിമെല്ലാം ഫെയർ ആണ്, കാരണം നമ്മുടെ രമണിൻ്റെ അച്ഛൻ ആൾക്കാർക്ക് പൈസ കൊടുത്ത് വോട്ട് ചെയ്യിപ്പിച്ചിട്ടാണ് അവൻ ജയിച്ചത്, ഈ കാര്യം അവളും അറിയുന്നുണ്ട്. അങ്ങനെ ആർച്ചറി ഡേ ആവുന്നുണ്ട്, എല്ലാവരും കോമ്പറ്റീഷനിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് അവിടെ എത്തിയിരിക്കുകയാണ്. നമ്മുടെ ഹോസ്റ്റ് അനൗൺസ് ചെയ്യുന്നുണ്ട്, ഇനി നമ്മുടെ ആർച്ചറി ഗെയിമാണ് തുടങ്ങാൻ പോകുന്നത്, എല്ലാവരും റെഡിയായിട്ട് പ്രിപ്പയർ ചെയ്തേക്കാനാണ് പറയുന്നത്. നമ്മുടെ രമയിലാണെങ്കിൽ അവൻ്റെ അച്ഛൻ അവനെ പുച്ഛിച്ച കാര്യമാണ് ഓർക്കുന്നത്, ഏവയാണെങ്കിൽ അവളുടെ അച്ഛൻ അവനോട് കാശ് കൊടുത്ത് മേടിച്ച കാര്യത്തിൻ്റെ കാര്യം പറഞ്ഞല്ലോ അതും.
നമ്മുടെ കെനിനാണെങ്കിൽ അവൻ്റെ ബയോളജിക്കൽ ഫാദർ എന്തെങ്കിലും സപ്പോർട്ട് ഞാനുണ്ടാവും, പവറാണ് വലുതെന്ന് പറഞ്ഞ കാര്യമാണ് ആലോചിക്കുന്നത്. പറയുന്നുണ്ട് ഗെയിം സ്റ്റാർട്ട് ചെയ്തു എന്ന് പറയുമ്പോൾ എല്ലാവരും ആ കാട്ടിൻ്റെ ഉള്ളിട്ട് ഓടാണ് അമ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഈ സീനും കാണിച്ചാണ് 11ാമത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്.